മതം എന്നും ഒരു വിവാദ വിഷയമാണ്. വിശ്വാസമാണ് മതത്തിന്റെ അടിസ്ഥാനം. മതങ്ങളിൽ പൊതുവെ രണ്ട് ഘടകങ്ങൾ കാണുന്നു. ഒന്ന് മതത്തിന്റെ പുറംചട്ടയാണ്, മറ്റൊന്ന് ആന്തരിക സത്തയും. പുറംചട്ടയിൽപ്പെട്ടതാണ് ചടങ്ങുകള്, പൂജകള്, ആരാധനകൾ, വ്രതാനുഷ്ഠാനങ്ങൾ, തീർത്ഥാടനങ്ങൾ, ഇങ്ങനെ പലതും. എല്ലാവർക്കും ഏതെങ്കിലും രൂപത്തിൽ ഒരു മതമുണ്ടായിരിക്കും. വിശ്വാസവും സമർപ്പണവും ആണ് അവിടെ പ്രധാനം. വ്യക്തികൾക്ക് അച്ചടക്കവും ധർമ്മബോധവും ദൈവഭക്തിയുമൊക്കെ വളർത്താനാണ് ഈ ആചാരങ്ങളെല്ലാം. ഇനി ഈ പുറംചട്ടയിൽ നിന്നും മതത്തിന്റെ അകക്കാമ്പിലേക്ക് പ്രവേശിച്ചാലോ, അവിടെ ഇളനീര് പോലെ മധുരിക്കുന്ന കാഴ്ചകളുണ്ട്. അതാണ് മതത്തിന്റെ അന്തഃസത്ത. ത്യാഗം, കാരുണ്യം, ലാളിത്യം, അഹിംസ, ശാന്തി, സമാധാനം, ഇതെല്ലാം അവിടെ കാണാം. മതപരമായ ചടങ്ങുകളിലൂടെ ആനന്ദാനുഭൂതിയിലേക്കുള്ള യാത്രയാണ് ഇത്. ആത്മീയ അനുഭൂതികളിലേക്ക് നമ്മെ നയിച്ചില്ലെങ്കിൽ മതാചാരങ്ങൾ വെറും വിശ്വാസങ്ങളുടെ കോലാഹലമായി മാറും. വിവാദങ്ങളും വിമർശനങ്ങളും അവകാശവാദങ്ങളും എല്ലാം കൊടുമ്പിരി കൊള്ളും. സ്വാർത്ഥ കാമങ്ങൾക്ക് വേണ്ടിയും വേദപുസ്തകത്തിലെ വരികൾ ചിലർ ഉദ്ധരിച്ച് രസിക്കും. അതിനപ്പുറം മറ്റൊന്നില്ല എന്നൊക്കെ വാദിക്കുകയും ചെയ്യും. അവരെ മൂഢന്മാർ എന്ന് ഭഗവത്ഗീത നിരീക്ഷിക്കുന്നു. ചുരുക്കത്തിൽ, ഒരു പ്രയോജനവുമില്ലാത്ത വിവാദങ്ങൾക്ക് വേണ്ടി മതത്തെ ഉപയോഗിച്ചാൽ മതം ഒരു ശാപമായി തീരും. അതേസമയം വിവേകത്തോടെ മതത്തിന്റെ ഉൾക്കരുത്തിനെ പ്രയോജനപ്പെടുത്തിയാലോ മതം ഒരനുഗ്രഹമാവുകയും ചെയ്യും.